ഇവരുമായിട്ട് ഒരു സിനിമ ചെയ്യാൻ കിട്ടിയ ഒരു ഭാഗ്യം തീരുന്ന സിനിമയില് ഇവർക്കുള്ളൊരു ഭാഗ്യമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? ആ ഫ്രെയിമിൽ കയറി നിൽക്കാന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഉള്ള ഫ്രെയിമിലേക്ക് കയറി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ഭയങ്കര ഭാഗ്യമാണ്. ആദ്യമൊക്കെ പിന്നെ സീനിയേഴ്സൊക്കെ അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇവർ ഞങ്ങളെക്കാളും ചെറുപ്പമാണ്. ഇതാണ് അവസ്ഥ. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വയറ് വേദനിക്കും ചിരിച്ചിട്ട്. എങ്ങനെയെങ്കിലും അവന്ന് കൂട്ടത്തിൽ നിന്ന് എണീറ്റ് രക്ഷപ്പെട്ട് അപ്പുറത്ത് മാറിയിരിക്കാൻ ശ്രമിക്കും. വയ്യ ചിരിച്ചിട്ട്. ഞങ്ങൾ എവിടെ കണ്ടാലും രാജേഷ് ഒളിച്ചു കളിക്കും. ഇങ്ങനത്തെ കൗണ്ടറുകളല്ല വരുന്നത്. ഞങ്ങളുടെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ രാജേഷുമായിട്ടുള്ളത് ഉള്ളതെല്ലാം വളരെ രസകരമാണ്, നല്ല രസകരമാണ്. ഒരു ചില പ്രത്യേക സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായിട്ട് രാജേഷ് പ്രത്യക്ഷപ്പെടുന്ന സീനൊക്കെ ഉണ്ട്. അത് സിനിമയിലൊക്കെ നല്ല രസമായിരിക്കും. എല്ലാവരുമായിട്ടും കോമ്പിനേഷൻ ഉണ്ട്. അതെ, എല്ലാവരുമായിട്ടും. ഇവരൊക്കെ സിനിമ കണ്ടാണ് വളർന്നിരിക്കുന്നത് അല്ലെ? ഇവരൊക്കെ സിനിമ കണ്ട് വളർന്നു വന്നാണ്. ഇവരുടെ മുമ്പിൽ ഒന്ന് ഇപ്പൊ ഇവരൊക്കെ ആയിട്ട് ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നതും കൂടെ ഉണ്ട്. ഇവരുടെ മുമ്പിൽ ഒരു സീനിൽ നിൽക്കുമ്പോൾ ഉള്ള രാജേഷ് മാധവന്റെ അവസ്ഥ എന്തായിരുന്നു? നമുക്ക് അങ്ങനെ തോന്നൂല. ഒരു ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ സീനിയേഴ്സ് ആണെന്നുള്ള നമുക്ക് എന്തായാലും ഉള്ളിൽ ഭയങ്കര ബഹുമാനമൊക്കെ ഉണ്ട്. നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ആൾക്കാരാണ്. നമ്മൾ അത്രയും കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്. ഇപ്പോഴും വണ്ടറടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെർഫോമൻസുകൾ കണ്ടിട്ട് ഇപ്പോൾ ചെയ്യുന്ന എല്ലാ വർക്കുകളും കണ്ടിട്ടും വണ്ടറടിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് പോയി നിൽക്കുമ്പോൾ നമുക്ക് ഇവരുടെ അടുത്താണ് പോയി നിൽക്കുന്നതെന്നുള്ള ഒരു ആദ്യം ഒരു തുടക്ക സമയത്ത് ഒന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇല്ല. അങ്ങനെ തോന്നുന്ന രീതിയിലല്ലായിരുന്നു അവിടുത്തെ ഒരു വർക്ക് സെറ്റപ്പ്. എല്ലാവരും ക്യാരക്ടറിൽ കയറി കഴിഞ്ഞാൽ ക്യാരക്ടറായി അങ്ങ് നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ ഇടയ്ക്കുള്ള ഈ പിന്നെ ഷോട്ട് കട്ട് പറഞ്ഞിട്ടുണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന സമയത്താണ് വയറുവേദന വരുന്നത് ചിരിച്ചിട്ട്. ഇവരുടെ കൗണ്ടറുകൾ അല്ല, ഞാൻ അശോകൻ്റെ അടുത്ത് ചോദിച്ചു. രാജേഷ് മാധവനാണ്, യങ് ഹീറോ ആണ്. നമ്മൾ പുള്ളിയായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്യേണ്ടത് സീനിൽ പുള്ളിയായിട്ട് അങ്ങനെയല്ല, നമ്മൾ പുള്ളിയുടെ കൂടെയൊക്കെ പിടിച്ച് ചെയ്യണം. വളരെ ചെറുപ്പമാണ്. അപ്പോൾ അശോകൻ പറഞ്ഞു അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് ഞാനും അശോകനും കണ്ട് ആ ഐഡിയ എന്താണെന്ന് പറഞ്ഞുതരാം. അത് അശോകൻ നിഷേധിക്കില്ല. 100% സത്യമാണ്. ഞാൻ എവിടെ കൊണ്ടുപോകണം സത്യം ചെയ്ത് പറഞ്ഞു. അശോകൻ ആരെ കൊണ്ടുപോകണം സത്യം ചെയ്യാം ഞാൻ പറയാം. അശോകൻ സെറ്റിൽ എന്താണ് പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ അശോകൻ ഡെയിലി ഒരു വൈറ്റ് ഓംലെറ്റ് കഴിക്കും. ചോദിച്ചു ഞാൻ കള്ളം പറയില്ല. ഡെയിലി അല്ലെ അശോകൻ പറയട്ടെ, ഡെയിലി ഒരു വൈറ്റ് ഓംലെറ്റ് കഴിക്കും. അത് കഴിച്ചാ ഇവരെ പിടിച്ചു വയ്ക്കാനുള്ള ശക്തി ഡെയിലി. പിന്നെ അവസാനം അശോകന്റെ അസിസ്റ്റന്റ് കൊണ്ടുവന്ന് ആദ്യം നമുക്കറിയില്ല. അതൊരു ഷെഡ്യൂൾ പകുതി ആയപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഡെയിലി ഇവൻ ഇങ്ങനെ മൂടിക്കൊണ്ട് കൊടുക്കും, അസിസ്റ്റന്റ് മൂടിക്കൊണ്ട് കൊടുക്കും. പുള്ളി ഇത് ആരും കാണാതെടുത്ത് കഴിക്കുകയും ചെയ്യും. ഒരു ദിവസം ഞാൻ വിളിച്ചു, ജയശേട്ടൻ വൈറ്റ് ഓംലെറ്റ് കൊടുക്കുന്നുണ്ട്, നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ പബ്ലിസിറ്റി. പിന്നെ നമുക്കും തരാൻ തുടങ്ങി. ഞങ്ങൾ മേടിച്ചു. ഒരു ഷൂട്ടിങ്ങിന്റെ ഒക്കെ ഒരു പകുതിക്ക് ശേഷം നമുക്ക് കുറച്ചൊക്കെ വൈറ്റ് ഓംലെറ്റ് കിട്ടി. എല്ലാവരും അഭിനയം നന്നായി. ഹോർലിക്സ് രാവിലെയും വൈകിട്ട് ഓരോ നിർബന്ധമാണ്. അല്ലെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ പറ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ വളരെ കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ള ആളാണ്. ഞാനിത് ഈ വൈറ്റ് ഓംലെറ്റും ഹോർലിക്സും കഴിക്കുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ചില ആൾക്കാരെ ഭയന്ന് ഞാൻ കഴിക്കുക. അത്ര നേരം ഇതുപോലുള്ള അവിടെ പിടിച്ചു വെക്കണ്ടേ ആരോഗ്യം. ഈ വന്യമൃഗങ്ങളിലൊക്കെ പിടിച്ചു വെക്കണമെന്ന് പറഞ്ഞ പോലെ സിംഹത്തിന്റെ അടുത്ത് നമ്മളങ്ങനെ സംശയിക്കുന്നുണ്ട്. ഈ വൈറ്റ് ഓംലെറ്റിന്റെ യെല്ലോ അവിടെ പോകുന്നു, അത് പറയൂ. അത് കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടി. അത് മാത്രമല്ല, യെല്ലോ ഞാൻ പറഞ്ഞു, യെല്ലോ വേണ്ട, അത് ജഗദീഷിന് കൊടുക്കാം. ജഗദീഷ് യെല്ലോ മാത്രം എടുത്തിട്ടുള്ള ഓംലെറ്റ് ജഗദീഷ് കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് കിട്ടില്ല. അത് കള്ളല്ലേ മനോജ് പറയും. മനോജ് അറിഞ്ഞിട്ടില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.